10 വർഷം നീണ്ടുനിന്ന പ്രണയത്തിനൊടുവിൽ സ്വപ്ന സാഫല്യത്തിലേക്ക് കാലെടുത്തു വയ്ക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയായിരുന്നു ശ്രുതിയുടെ തലയ്ക്കുമേൽ ഇടുത്തിയായി ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായത്. ദുരന്തത്തിന് ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് കൂലിപ്പണിക്കാരനായ അച്ഛൻ ഉള്ള സമ്പാദ്യം സ്വരുക്കൂട്ടി നിർമ്മിച്ച കൊച്ചു വീടിൻ്റെ പാലുകാച്ചൽ നടന്നത്. അന്നുതന്നെ ശ്രുതിയുടെയും ജെൻസൻ്റെയും വിവാഹ നിശ്ചയവും നടന്നു. ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മാതാപിതാക്കളും അനിയത്തിയും അടക്കം കുടുംബത്തിലെ എല്ലാവരെയും നഷ്ടമായി തനിച്ചായ ശ്രുതിക്ക് ഏക ആശ്വാസം അവനായിരുന്നു. ഭാവി വരൻ അമ്പലവയൽ സ്വദേശി ജെൻസൺ. മഹാദുരന്തം അവളെ തനിച്ചാക്കിയപ്പോൾ ജെൻസൺ ചേർത്തുപിടിച്ചു. മരണം വരെ ഞാനുണ്ട് കൂടെയെന്ന് പറഞ്ഞ് നെഞ്ചോടണച്ചു. അവൾക്കൊരു വീട് നിർമ്മിച്ചു നൽകുന്നതാണ് തൻ്റെ സ്വപ്നമെന്ന് എല്ലാവരോടും പറഞ്ഞു. ഒരു വാഹനാപകടത്തിൻ്റെ രൂപത്തിൽ ജെൻസനെയും മരണമെടുത്തു. എല്ലാം നഷ്ടപ്പെട്ടതിൻ്റെ വേദന മാറും മുമ്പ് ശ്രുതി വീണ്ടും തനിച്ചായി, പൂർണ്ണമായും അനാഥയായി. അന്ന് ശ്രുതിയെക്കുറിച്ചുള്ള സ്റ്റോറിയിൽ ജെൻസൺ മാധ്യമങ്ങളോട് പറഞ്ഞ വാക്കുകൾ ആരുടെയും ഹൃദയം പിളർത്തും. ജീവിക്കുന്നിടത്തോളം കാലം ഞാൻ ഇവൾക്ക് വേണ്ടി ജീവിക്കും. ഇനിയിപ്പോൾ എൻ്റെ കാര്യവും പറയാൻ പറ്റില്ലല്ലോ. ഇനിയിപ്പോൾ എനിക്കെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അവൾക്ക് കയറിക്കിടക്കാൻ ഒരു വീട് വേണം. പിന്നെ ഇവൾക്ക് കാലാകാലവും ജീവിക്കാൻ ഒരു ജോലി. അത് രണ്ടുമാണ് ഇപ്പോൾ ലക്ഷ്യം. പറഞ്ഞു നിർത്തുമ്പോൾ ജെൻസൻ്റെ മുഖത്ത് പ്രതീക്ഷയുടെ നാമ്പുണ്ടായിരുന്നു. പക്ഷേ ആ വാക്കുകൾ അറം പറ്റിയ പോലെയായി ഇപ്പോൾ.